ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റോട് കൂടിയ ബ്രിഞ്ചാൾ മസാലയാണ്. അപ്പം നമുക്ക് ഈ ബ്രിഞ്ചാൾ മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നേരെ കിച്ചണിലോട്ട് പോകാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രിഞ്ചാൾ മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 6 ബ്രിഞ്ചാളാണ് എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പിലുള്ള ബ്രിഞ്ചാൾ വേണമെങ്കിലും ഈ ഒരു ബ്രിഞ്ചാൾ മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബ്രിഞ്ചാൾ മുഴുവനും കനമില്ലാതെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രിഞ്ചാൾ മുഴുവനായിട്ടും ഇതാ നമ്മളിവിടെ കനമില്ലാതെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബ്രിഞ്ചാൾ വഴറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ പാൻ ഇവിടെ ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എങ്കിലേ നമ്മുടെ ഈ ബ്രിഞ്ചാൾ മസാലയ്ക്ക് നല്ല കിഡിലൻ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രിഞ്ചാൾ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രിഞ്ചാൾ മുഴുവനും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം കളറൊന്ന് മാറിക്കിട്ടണം, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല് വരും, അതുവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ബ്രിഞ്ചാളിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്, നല്ല ഒരു സ്മെല്ലും വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫൈൻ പേസ്റ്റ് ആക്കരുത്, ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. വീണ്ടും നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2-3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള കട്ട് ചെയ്തതാണ്. ഒരു വലിയ സവാളയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം വരെ യൂസ് ചെയ്യേണ്ടി വരും. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ, നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ടൊമാറ്റോ ആണ് കയ്യിലുള്ളതെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. പൊടികളെല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം മിക്സിയുടെ ജാറിൽ നിന്നും നമ്മൾക്ക് ഈ ബ്രിഞ്ചാൾ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രിഞ്ചാൾ പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രിഞ്ചാളും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം മാത്രം പുളി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. പുളി അധികമാവാതെ ശ്രദ്ധിക്കുക. പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മാത്രം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് അളവിലുള്ള വെള്ളം മാത്രമേ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്രിഞ്ചാളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ പാൻ അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ നമ്മളിവിടെ 5 മിനിറ്റ് നേരമാണ് ഇത് അടച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ കിഡിലൻ ടേസ്റ്റുള്ള ബ്രിഞ്ചാൾ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ചൂടുള്ള ചോറ്, ചപ്പാത്തി, കുബൂസ്, പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ നല്ല കിഡിലൻ കോമ്പിനേഷനാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.